വാസ്കോഡ ഗാമ കാപ്പാട് കാലുകുത്തി തലകുത്തി വന്ന കഥ പറയും ആരാണെന്നറിയാവോ? അല്ലെങ്കിൽ കള്ളുചെത്തുകാരന്റെ മകൻ ബീഡിയും കത്തിച്ച് മലപ്പുറത്ത് വന്ന കഥ പറയും. ഇത് നിലമ്പൂർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സ്വരാജും സഖാക്കളും പറയുന്ന കഥയായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ച് തെണ്ടാൻ വരുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണ്, സഖാവെ, ഈ ആശാവർക്കർമാർ ഇപ്പോഴും മഴയത്തല്ലേ, ചെളിവെള്ളത്തിലല്ലേ ഇപ്പോഴും വയനാട്ടുകാർ? 750 കോടി രൂപ പിരിച്ചെടുത്തിട്ടും ഇപ്പോഴും അവരെ പറ്റിക്കുകയല്ലേ സഖാവെ നിങ്ങൾ ചെയ്യുന്നത്? ക്ഷേമ പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞ് ജനങ്ങളുടെ കയ്യിൽ 2 രൂപ വെച്ച് പിരിച്ചിട്ടും ഇതുവരെയും കൊടുക്കുന്നുണ്ടോ സഖാക്കളെ നിങ്ങൾ? ഇപ്പോഴും കുടിശ്ശികയല്ലേ? വെള്ളക്കരവും കറണ്ട് കരവും കെട്ടിടക്കരവും എല്ലാ കോണാത്തിലെ കരവും കൂട്ടിയിട്ട് നികുതി ഊറ്റി മേടിക്കുമല്ലേ സഖാക്കളെ എന്ന് നിങ്ങൾ ചോദിക്കണം. വോട്ട് ചോദിച്ച് തെണ്ടി വരുന്നവന്മാരുടെ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കഥയായിരിക്കും ഇവർ തിരിച്ചു പറയുന്നത്. പള്ളിയെത്തുകാരന്റെ മകൻ ബീഡിയും കത്തിച്ച് ഇതിലേ കൂടെ നടന്നപ്പോഴാണ് മലപ്പുറം ഉണ്ടായത്. വാസ്കോഡ ഗാമ തലകുത്തി മറിഞ്ഞ് വന്നപ്പോഴാണ് മലപ്പുറം ഉണ്ടായത്. നിലമ്പൂർ ഉണ്ടായത് ഞങ്ങളാണ്, നിലമ്പൂർ ഉണ്ടായത്, അമ്പലം ഉണ്ടാക്കിയത് ഞങ്ങളാണ്, ഈ കേരളം ഉണ്ടാക്കിയത് ഞങ്ങളാണെന്ന് നിങ്ങളത് തിരിച്ചു പറയും. ഇത് ഇവന്മാരുടെ വായിൽ ഇവിടെങ്ങാണ്ട് അടിച്ചു വെച്ചേക്കുന്ന സാധനമാണ്. ഇത് എപ്പോഴും എടുത്ത് പറയും. മൈക്ക് കിട്ടിയവന്മാർ പറയും ഈ കേരളം ഇന്ന് ഉണ്ടാക്കിയത് നമ്മുടെ സഖാക്കളാണ്. വേണമെങ്കിൽ പറയും പിണറായി വിജയനാണ് ഇവിടെ കേരളം ഉണ്ടാക്കിയതെന്ന് പറയും. നാണക്കേടാണ്.